എന്ന് പറയുമ്പോൾ ഇന്നലകളിൽ അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ നടത്തുകയും ദൈവം നമുക്ക് ചെയ്യുകയും ചെയ്തതിന് നമ്മൾ നന്ദി പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊന്ന് കർത്താവിനെ സ്തുതിച്ചാടേ. ഹല്ലേലൂയ. അത് പറയുമ്പോഴും നമുക്ക് പറയുന്ന ഒരു കാര്യം, യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാത്രേ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ എല്ലായ്പ്പോഴും മാറ്റമില്ലാത്ത കർത്താവത്രേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവം തന്നെ താൻ പരിചയപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്നൊരു വേടുണ്ട്, ദൈവം പറയുന്നൊരു വാക്കുണ്ട്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം? അബ്രഹാം മരിച്ചുപോയി, ഇസഹാക്ക് മരിച്ചുപോയി, യാക്കോബ് മരിച്ചുപോയി. പക്ഷെ ദൈവം പറയാണ്, അബ്രഹാമിനെ നടത്തിയവൻ ഞാനാകുന്നു, ഇസഹാക്കിനെ നടത്തിയത് ഞാനാകുന്നു, യാക്കോബിനെ നടത്തിയത് ഞാനാകുന്നു. എനിക്കതുകൊണ്ട് നിന്നെ നടത്താൻ കഴിയും. ആമേൻ. ഒന്നുമില്ലാത്ത മേഖലയിൽ കൂടെ ഞാൻ അബ്രഹാമിനെ നടത്തിയെങ്കിലും അവൻ നടന്ന വഴികളൊക്കെയും അവനും അവൻ്റെ തലമുറയ്ക്കും കൈമാറിയത് ഞാനാകുന്നു. ക്ഷാമം വലുതായി നിറഞ്ഞു നിൽക്കുമ്പോഴും വിതച്ച സ്ഥലത്ത് 100 മേനി കൊടുത്തത് ഇസഹാക്കിന് ഞാനാകുന്നു. ചേട്ടനെ പേടിച്ച് അപ്പനെ പേടിച്ച് ഓടിപ്പോകുമ്പോൾ ലൂസ് എന്ന പട്ടണത്തിൽ ചെന്ന് സൂര്യൻ അസ്തമിച്ചതുകൊണ്ട് കിട്ടിയ കല്ല് തലകണയായി വെച്ച് കിടന്നുറങ്ങി. എന്നാൽ വചനം വായിക്കുന്ന അവനൊരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണി ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ആ ഗോവേണിയുടെ മുകളിൽ ദൈവം നിന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. യാക്കോബ് മടങ്ങി വരുമ്പോൾ താനൊരു വേട് പറയുന്നുണ്ട്, ഞാൻ ഒരു വടിയുമായിട്ട് അങ്ങോട്ട് പോയത് ദൈവം എന്നെ 2 കൂട്ടമായി വർദ്ധിപ്പിച്ചു. അബ്രഹാമിനെ യാക്കോബിനെ വർദ്ധിപ്പിച്ചവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് എന്നും നമ്മളോട് പറയാനൊരു കാര്യമുണ്ട്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. നിൻ്റെ പിതാവിനെ നടത്തിയ ഞാൻ, എനിക്ക് നിന്നെ നടത്താൻ അറിയാം. നിന്നെ നടത്തിയ എനിക്ക് നിൻ്റെ തലമുറകളെ നടത്താൻ അറിയാം. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്, അവന് മാറ്റമില്ല. നമ്മളൊക്കെ മാറിപ്പോയാലും, നമ്മുടെ അവസ്ഥകളിൽ നമ്മളൊക്കെ ചേഞ്ച് വന്നാലും ദൈവത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഒരു വചനം ദൈവസന്നിധിയിൽ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ യേശു കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാർ പറയുക, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, നീയും ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യുമ്പോൾ, പരിശീലിപ്പിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ടൈം നോക്കി പ്രാർത്ഥിക്കുന്നവരാണ്, അവർ പ്രാർത്ഥിക്കുന്ന ശീലമുള്ള വ്യക്തികളാണ്. പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എന്തോ വ്യത്യസ്തമായി യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവൻ പ്രാർത്ഥിച്ചിറങ്ങി വരുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നു, അവൻ പ്രാർത്ഥിച്ചിറങ്ങി വരുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, അവൻ പ്രാർത്ഥിച്ചിറങ്ങി വന്ന് വെള്ളം വീഞ്ഞായി മാറുന്നു. ഇവൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തോ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. യഹൂദന്മാർ പ്രാർത്ഥിക്കാൻ അറിയാത്തവരല്ല, അവർക്ക് പ്രാർത്ഥിക്കാൻ പള്ളിയില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് പറയാ, നീയും ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അവിടെ താഴേക്ക് വായിക്കുമ്പോൾ, വായിച്ചാട്ടെ, അവിടെ ഒരു വേട് കാണുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട, നമ്മൾക്ക് ആ പ്രാർത്ഥനകളൊക്കെ നന്നായിട്ട് അറിയാം. അവിടെ പറയുന്ന ഒരു വേടുണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മൾ ഒന്നുകൂടെ അത് പറഞ്ഞാൽ
ഭൂമിയിൽ ഉള്ള ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഭൂമിയിലുള്ള ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലാകുവാൻ നാം പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ഭൂമിയിൽ താമസിക്കുന്ന ജീവിക്കുന്ന നമുക്കോരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, ഓരോ ആഗ്രഹങ്ങളുണ്ട്, ഓരോ സ്വപ്നങ്ങളും പ്ലാനുകളുമുണ്ട്. എന്നാൽ അവിടെ യേശു പറഞ്ഞൊരു വാക്യം, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ ആയിരിക്കുന്നത് അതേപോലെ ഭൂമിയിലുമാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അർത്ഥം എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ, എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഭൂമിയിൽ വെളിപ്പെടണം എന്ന് നാം പ്രാർത്ഥിക്കണം എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കൊക്കെ ഒത്തിരി പ്ലാനുകളും സ്വപ്നങ്ങളുമൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും അതിൻ്റെ പുറകെ ഓടുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ദൈവത്തിന് അങ്ങനെയല്ല പ്ലാനുകൾ. ഞാൻ എൻ്റെ ചർച്ചിൽ ഒരു പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ, പല പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആമേൻ ആമേൻ ആമേൻ. യഹൂദന്മാരുടെ രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത്തെ രാജാവിൻ്റെ പേര് ശൗൽ എന്നാണ്. അവൻ്റെ പ്രത്യേകത തോൾ മുതൽ ആ മനുഷ്യന് പൊക്കമുണ്ട് എന്ന് പറഞ്ഞ ഒരു കൂട്ടത്തിൽ നിന്നാൽ അവൻ എവിടെ പോയെന്ന് കറക്റ്റായി നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ പ്രത്യേകത, അവനൊരു ധനാട്ടിനായ മനുഷ്യൻ്റെ മകനാ. എല്ലാം കൊണ്ടും നല്ല സ്റ്റാറ്റസ് ആ മനുഷ്യനുണ്ട്. പക്ഷേ ബൈബിൾ വായിക്കുന്നു, അവനെ ദൈവം യഹോവ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ രാജാവിൻ്റെ പ്രത്യേകത, അവനെ അപ്പൻ ഉപേക്ഷിച്ചു, അമ്മ ഉപേക്ഷിച്ചു, വീട്ടുകാർ മുഴുവനും ഉപേക്ഷിച്ചു. അവൻ കാട്ടിനകത്ത് ഒരു സാധാരണ ആട്ടിടയനെ പോലെ അപ്പൻ്റെ ആടുകളെ മേയിച്ച് നടക്കുന്നൊരു സ്വഭാവം. എന്നാൽ അവനെ നോക്കിയിട്ട് ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കണം, ഞാനൊരു രാജാവിനെ ഇശ്ശായിയുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ദൈവം ആട്ടിടയനായ ഒരു മനുഷ്യനെ രാജാവാക്കി. മൂന്നാമത്തെ രാജാവിൻ്റെ പേര് ശലോമോൻ എന്ന. അവൻ്റെ പ്രത്യേകത, അവൻ ദൈവം തന്നെ അവനോട് പറഞ്ഞത്, നിന്നെ പോലെ ഇനിയും ഒരു ജ്ഞാനി ഉണ്ടാകത്തില്ല, ഇനിയും ഉണ്ടായിട്ടുമില്ല. സ്തോത്രം. അതിൻ്റെ അർത്ഥം, രണ്ട് രാജാക്കന്മാരെ നോക്കിയാൽ, ഒന്ന് ശൗൽ, രണ്ട് ശലോമോൻ. ഈ രണ്ടുപേരെ നോക്കിയാൽ വളരെ ശ്രേഷ്ഠത അവരിൽ നമുക്ക് കാണാൻ കഴിയും. പല ക്വാളിറ്റികളും അവരിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇടയ്ക്ക് നിൽക്കുന്ന ദാവീദ് എന്ന് പറഞ്ഞ മനുഷ്യന് പ്രത്യേകിച്ച് ക്വാളിറ്റി നമ്മൾ പറയുന്നൊന്നും കാണാനില്ല. പിന്നെ ബൈബിൾ വായിക്കുന്നൊരു വാക്യം, യേശു കർത്താവ് ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ആട്ടിടയന്മാരോട് വന്നൊരു ദൂത് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ യേശു ജനിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കൊരു ചോദ്യം, എന്തുകൊണ്ടാ യെരൂശലേം ദാവീദിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത്? ദാവീദിനേക്കാൾ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർ യെരൂശലേമിൽ വാണില്ലേ? കഴിവുള്ളവർ, ജ്ഞാനമുള്ളവർ യെരൂശലേമിൽ വാണില്ലേ? പിന്നെ എന്തുകൊണ്ടാ ദാവീദിന്റെ പേരിൽ യെരൂശലേം പട്ടണം അറിയപ്പെടുന്നത്? ഞാനിങ്ങനെ ബൈബിൾ വായിച്ചു പോകുമ്പോൾ ദൈവം ഒരിക്കൽ ആ വേടിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിന്റെ ഹിതപ്രകാരം ദാവീദ് ചലിച്ചപ്പോൾ ഒരുപക്ഷെ അവനെ കുറിച്ച് നോക്കിയാൽ അപ്പൻ അവന്റെ കൂടെയില്ല, അമ്മ അവന്റെ കൂടെയില്ല, സഹോദരന്മാർ അവന്റെ കൂടെയില്ല, പറയത്തക്ക നല്ല സ്റ്റാറ്റസ് ഒന്നും അവനില്ല. പക്ഷെ സ്വർഗം പറയുമ്പോൾ അവനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവൻ എൻ്റെ ഹൃദയപ്രകാരം അത്രേ കാട്ടിനകത്തായാലും നടക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ ഹൃദയപ്രകാരം നടക്കുന്നവന് പട്ടണത്തിന്റെ പേർ അവന്റെ പേരിൽ ഞാൻ എഴുതും. ചേർന്ന് സ്തോത്രം ചെയ്താടെ. നമുക്ക് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നിങ്ങൾ ചേർന്ന് നടന്നാൽ, ഒരിക്കൽ യേശു കർത്താവ് ഒരുത്തിൻ്റെ പടകിൽ ചെന്ന് കയറി. അവൻ്റെ പടകിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലാവരും പലരും മീൻ പിടിച്ച് വീട്ടിൽ പോയപ്പോൾ ഒരു മീനെയും കിട്ടാതെ ആ രാത്രി ഒന്നും കിട്ടാത്തവനായി പ്രഭാതത്തിൽ വലയൊക്കെ കഴുകി വീട്ടിൽ പോകാൻ ശ്രമിച്ചു നിൽക്കുമ്പോൾ ആ ശൂന്യമായ പടകിൽ എൻ്റെ കർത്താവ് വന്നു കയറി. ചരിത്രം പറയുന്നത് ആ തടാക
തടാകത്തിന്റെ തീരെ ഏകദേശം 2000-ഓളം പടക് ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അതിന്റെ അർത്ഥം പത്രോസ് മാത്രമല്ല അന്ന് രാത്രിയിൽ വലയെറിയാൻ മീനെ പിടിക്കാൻ പോയത്. പലരും മീനെ പിടിച്ചു വീട്ടിൽ പോയി. പക്ഷെ അവന്റെ പടകിലും അവന്റെ വലയിലും ഒരു മീനെ പോലും കിട്ടിയില്ല. എന്താ അതിന്റെ കാരണം? ഇന്ന് നമുക്കൊരു കാര്യം പറയാനുണ്ട്. പത്രോസേ, നിന്റെ വലയെക്കുറിച്ചും നിന്റെ പടകിനെ കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും ദൈവത്തിന് മറ്റൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും അസ്തമിച്ചു പോകുമ്പോൾ, പലതും ശൂന്യമാകുമ്പോൾ നമ്മൾ നിലവിളിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിന് ദൂത് പറയാനുണ്ട്. നീ കണ്ടിട്ടില്ലാത്ത വലിയ പ്ലാനുകൾ എനിക്കും നിന്നെ കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും നിന്റെ ജീവിതത്തെക്കുറിച്ചും എനിക്കൊരു നല്ല പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാനുണ്ട്? നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പലതും ദൈവം നിങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് തിരിച്ചറിയണം? ദൈവത്തിൻ്റെ ഇഷ്ടത്തിനകത്ത് നടക്കണം. ഒരു ആട്ടിടനായ ഒരു മനുഷ്യനെ പിടിച്ച് രാജാവാക്കുക മാത്രമല്ല, ഇന്നും ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ യേശു നടന്നു പോകുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന് പറഞ്ഞ കുരുടൻ, അവൻ ഭിക്ഷയാചിക്കുന്ന മനുഷ്യനാണ്. അവൻ ഈ ആരവാരം ശബ്ദം കേട്ടപ്പോൾ ആരോടോ ചോദിച്ചു, ആരാ ഇതുവഴി പോകുന്നേ? ആ മനുഷ്യനെ ആരോ പറഞ്ഞു, യേശു കടന്നു പോകുന്നു. ഉടനെ ആ കുരുടൻ നിലവിളിച്ച വാക്കിങ്ങനെയാ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. എനിക്കൊരു ചോദ്യം, യേശുവിനും ദാവീദിനും എന്താ ഒരു ബന്ധമുള്ളത്? കുരുടൻ എങ്ങനെ മനസ്സിലായി ഇവൻ ദാവീദിന്റെ മകനാണെന്ന്? ഒരു കാര്യം പിടിക്കുക, അവന് മനസ്സിലായി. ബൈബിൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, ആധിപത്യം അവന്റെ തോളിലിരിക്കും. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? എന്റെ കണ്ണിനെ തുറക്കാൻ കഴിയുന്നത് വേറെ ആർക്കുമല്ല, ഈശായുടെ മകന് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ചേർന്ന് സ്തോത്രം ചെയ്താടെ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശായുടെ മകനായ യേശുവിൻ്റെ ഹിതത്തിനകത്ത് നിങ്ങൾ ചലിച്ചാൽ, ഞാൻ അടിവരയിട്ട് വിളിച്ചു പറയുന്നു, നിങ്ങളൊരു അത്ഭുതമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ ഇഷ്ടം ഭൂമിയിലാകണം, നിന്റെ ഇഷ്ടം ഞങ്ങളുടെ വീട്ടിൽ വരണം, നിന്റെ ഇഷ്ടം ഞങ്ങളുടെ തലമുറയിൽ വരണം, നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ജോലിയിൽ വരണം. നിങ്ങൾ പ്രാർത്ഥിച്ചേ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൽ ദൈവാത്മാവ് നിങ്ങളെ നയിച്ചിരിക്കും. ഞാൻ പലപ്പോഴും ചർച്ചിൽ പറയുന്നൊരു കാര്യമുണ്ട്, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എത്രയോ കോടികൾ ബാങ്കിൽ കൂട്ടിയിടുന്നതല്ല അനുഗ്രഹം. ഹല്ലേലൂയ. അത് ദൈവം നിങ്ങൾക്ക് തരുമെങ്കിൽ വാങ്ങിച്ചോണം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, മന്ത്ലി നിങ്ങൾക്കൊരു മാസം 5 രൂപയെ കിട്ടി, ബ്ലെസ്സിങ് അതാണ്. 5 രൂപയെ കിട്ടിയുള്ളെങ്കിലും അതിനകത്ത് 3 രൂപ കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടന്ന് 2 രൂപ ബാക്കി വരുന്നുണ്ടോ? അതാ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ. എനിക്കൊരു ഫാമിലി അറിയാം, വിദേശത്തുനിന്ന് ലക്ഷങ്ങൾ കൊണ്ടുവരും, 6 മാസം കൂടി ഇരിക്കുമ്പോൾ നാട്ടിൽ വരും, പിന്നെയും 2 മാസം കഴിഞ്ഞ് തിരിച്ചു പോകും. നല്ല ജോലിയുണ്ട് അവന്, വരുമ്പോൾ ലക്ഷങ്ങൾ കൊണ്ടുവരും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അയൽവാസിയോട് കടം വാങ്ങിച്ചുകൊണ്ട് പോകും. ഞാനൊരു ദിവസം ആ വീട്ടിൽ ചെന്നൊരു ദൂത് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ഹിതമല്ല, നീ കടം മേടിക്കുന്ന ദൈവത്തിൻ്റെ പ്ലാൻ അല്ല. ദൈവത്തിൻ്റെ ഹിതം നിന്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുക എന്നുള്ളതാ. ലക്ഷങ്ങൾ കൊണ്ടുവരുന്നവൻ്റെ വീട്ടിൽ ഇരിക്കാൻ നല്ല ചെയറില്ല. ഞാൻ പറഞ്ഞു, എന്തോ ഒരു പ്രോബ്ലം വീട്ടിനകത്തുണ്ട്, പ്രാർത്ഥിക്കണം. ഇന്ന് അവർക്ക് 2 വീടുകളുണ്ട്, ദൈവം അവരെ മാനിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ഹിതത്തിനകത്ത് നീ ചലിച്ചാൽ നന്മയും പ്രസാദവും പൂർണ്ണതയും ആ ദൈവത്തിൻ്റെ ഹിതത്തിനകത്തുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്ലാനുകൾ നടന്നില്ലെങ്കിൽ സാരമില്ല, ദൈവത്തിന് അതിനേക്കാൾ വലിയൊരു പ്ലാനുണ്ട്. ആ പ്രഭാതത്തിൽ പത്രോസിന് ഒറ്റൊരാഗ്രഹമേ ഉള്ളൂ, കുറച്ച് മീനെ കിട്ടണം, കൊണ്ടുവിൽക്കണം, തൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി പോകണം. യേശുവിന് അതല്ല പ്ലാൻ. എല്ലാ ദിവസവും മീനെ പിടിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കണം എന്നുള്ളതല്ല പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. അതുകൊണ്ട് അന്ന് രാത്രിയിൽ ഒരു മീനെ പോലും അവൻ്റെ പടകിൽ കിട്ടിയില്ല. അതുകൊണ്ട് പ്രഭാതത്തിൽ യേശുവിന് പ്രസംഗിക്കാനുള്ള വേദിയായി ആ പത്രോസിന്റെ പടക് മാറിയെങ്കിൽ
യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി പത്രോസിന്റെ ലൈഫ് മാറി. അവൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വലിയ പെരുത്ത മീൻകൂട്ടം അവന്റെ പടകിനകത്ത് നിറയാൻ തുടങ്ങി. ഈ പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ പ്ലാനുകൾ തകർന്നു വീണാലും സാരമില്ല, ദൈവത്തിന് അതിനേക്കാൾ വലിയൊരു പ്ലാൻ ഉണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. ചേർന്ന് നാമേ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വായിക്കുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ, ഹല്ലേലൂയ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ. ദാവീദ് വിചാരിച്ചത് ജീവിതാവസാനം വരെ ഒരു ആട്ടിടനായി പോകുമെന്ന. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ രാജാവാക്കാൻ പോകുക. പത്രോസ് വിചാരിച്ചത് എല്ലാ നാളും ഞാൻ ഒരു മുക്കുവനായി മുൻപോട്ട് പോകുമെന്ന. പക്ഷേ കർത്താവിനൊരു ദൂത് പറയാനുണ്ട്, നിന്റെ നിഴൽ തട്ടി റോഡ് സൈഡിൽ രോഗികൾ സൗഖ്യമാകുന്ന ഒരു കാലം വരുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ 40 വയസ്സിൽ പ്രായമുള്ള മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ. കാരണം നിന്റെ ഭാവിയെ തിരുത്തുന്നത് സർവശക്തനായ ദൈവമത്രേ. ചേർന്ന് നാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും ഭാവിയെ തിരിക്കുന്നത് ഈ ലോകത്തിലെ സിസ്റ്റം അല്ല. ചേർന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ പല സിസ്റ്റങ്ങളുണ്ട്, പല രീതികളുണ്ട്. ആമേൻ. ബൈബിൾ നമ്മളൊരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒന്നുകൂടെ കോട്ട് ചെയ്യട്ടെ. യേശു കർത്താവ് യെരൂശലേം തെരുവീതിയിൽ കൂടെ ക്രൂശും എടുത്തുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നടന്നു പോകുന്നു. പട്ടാളക്കാർ അവനെ അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ യേശുവിന് എഴുന്നേൽക്കാൻ കഴിയാതെ വന്നപ്പോൾ വയലിൽ നിന്ന് കയറി വരുന്ന കുറേനേക്കാരൻ ശീമോൻ, ബൈബിൾ അങ്ങനെ തന്നെ വായിക്കുന്നു, അവനെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. യേശു ആരാന്ന് അവൻ അറിയത്തില്ല, ക്രൂശിക്കുന്നത് എന്തിനാന്ന് അവൻ അറിയത്തില്ല. പട്ടാളക്കാരെ അടിപേടിച്ച് നിർബന്ധത്തിന് വഴങ്ങി യേശുവിന്റെ ക്രൂശ് അവൻ ചുമന്നു. ബൈബിൾ പിന്നെ വായിക്കുന്നൊരു വാക്യമുണ്ട്, അവന്റെ തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീർന്നു. നിങ്ങളുടെ തലമുറയുടെ ഭാവിയെ തിരുത്തുന്നത് വേറെ ആരുമല്ല, അത് ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നീ ചലിച്ചാൽ നിന്റെ ഭാവിയെ, നിന്റെ തലമുറയുടെ ഭാവിയെ ദൈവത്തിന്റെ ആത്മാവ് തിരുത്തിയിരിക്കും. ചേർന്നു നാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്ത് വേണമെന്നറിയാമോ? ദൈവഹിതത്തിനകത്ത് നടക്കാൻ നമ്മൾ റെഡിയാകണം. ആമേൻ. ബൈബിൾ അതുകൊണ്ടാണ് വായിക്കുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ആ ദൈവഹിതത്തിനകത്ത് നന്മയുണ്ട്, അതിനകത്ത് പ്രസാദമുണ്ട്, അതിനകത്ത് പൂർണ്ണതയുണ്ട്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവൾ ദേവാലയത്തിൽ ചെന്ന് പൊട്ടിക്കരയുന്നു. അവിടുത്തെ പുരോഹിതന് അവളുടെ കരച്ചിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൾ വല്ലാതെ സങ്കടപ്പെടുന്നു. പുരോഹിതൻ അവളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ മത്തിറങ്ങട്ടെ, വീഞ്ഞിറങ്ങട്ടെ. അവൾ പറഞ്ഞു, എനിക്ക് മനോവസനമുള്ള സ്ത്രീയാ. ഹല്ലേലൂയ. പക്ഷേ പുരോഹിതൻ ഒരു കാര്യം പറഞ്ഞു, നീ ഈ ദേവാലയത്തിൽ വന്ന് എന്താണോ പ്രാർത്ഥിച്ചത് അതിന് ദൈവം നിനക്ക് മറുപടി തരട്ടെ. ഹല്ലേലൂയ. അവൾ സമാധാനത്തോടെ പോയി. രണ്ടാമത് വായിക്കുന്നത്, അവൾ പിന്നെ കരഞ്ഞില്ല. ഹല്ലേലൂയ. അവൾ വന്നത് ദൈവത്തിൻ്റെ ഹിതത്തിനകത്താ. ബൈബിൾ വായിക്കുന്നു, ദൈവം അവളെ ഓർത്തു, അവൾക്കൊരു തലമുറയെ കൊടുത്തു. ഹല്ലേലൂയ. അതിനു മുമ്പേ അവളുടെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ സഹോദരി കുത്തിക്കൊണ്ടിരുന്നു. ആ വേദനയുടെ മുൻപിലാണ് അവൾ ദേവാലയത്തിൽ വന്നത്. ദൈവത്തിന് അവൾ ഒരു ദൂത് പറയാനുണ്ട്, നിന്റെ തലമുറയെ ഞാനൊരു ശക്തനായ പ്രവാചകനാക്കിയും പുരോഹിതനായും ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. അവൾ ദൈവഹിതത്തിന് വേണ്ടി തന്നെ താൻ വിട്ടുകൊടുത്തു. അതുകൊണ്ട് ചരിത്രത്തിൽ എഴുതി വെച്ചു, ശമൂവേൽ എന്ന പ്രവാചകൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത മനുഷ്യനായി മാറി. കരഞ്ഞ് ദേവാലയത്തിൽ വന്ന ആ സഹോദരിയുടെ മകൻ അതേ ദേവാലയത്തിൽ ശക്തനായ ഒരു പുരോഹിതനായും പ്രവാചകനായും ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ഈ സഭയോട്, ഈ കൂട്ടത്തോട് പറയട്ടെ, നിങ്ങൾ ദൈവഹിതത്തിനകത്ത് ചലിക്കണം. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവഹിതത്തിനകത്ത് ചലിച്ചാൽ, ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഹിതങ്ങൾ ഒരുപക്ഷെ നടന്നില്ലായിരിക്കാം. സങ്കടപ്പെടരുത്, ദൈവത്തിന് അതിനേക്കാൾ വലിയൊരു പ്ലാൻ ഉണ്ട്.
നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങൾ നടന്നില്ലായിരിക്കാം, സാരമില്ല. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ സ്വപ്നമുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിക്കുക മാത്രമല്ല, കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എനിക്ക് നിന്റെ ഹിതത്തിനകത്ത് നടക്കണം, ദൈവത്തിൻ്റെ ഹിതത്തിനകത്ത് എനിക്ക് ചലിക്കണം. നിങ്ങൾ നോക്കിയേ, ശൂന്യമായ പടകുമായി നിൽക്കുന്ന മനുഷ്യൻ്റെ പടകിൽ യേശു വന്ന പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് അവൻ്റെ പടകിൽ അത്ഭുതം ചെയ്തു. അവനൊരു കാര്യം പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഈ പാപിയുടെ പടകിൽ ഇങ്ങനൊരു നിറവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇനിയും നീ അത്ഭുതങ്ങൾ കാണാൻ പോകുക. നിന്റെ പടകിനകത്ത് മാത്രമല്ല, നിന്റെ ജീവിതത്തിലും ഇനിയും ചില നിറവിനെ ഞാൻ വെളിപ്പെടുത്താൻ പോകുക. നീ ദൈവഹിതത്തിനകത്ത് ചലിക്കുന്ന വ്യക്തിയാകണം. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസൊക്കെ ഇടയ്ക്ക് നമ്മളെ പോലെയുള്ള മനുഷ്യനാണ്. കാരണം ഇടയ്ക്ക് വചനം കേൾക്കുമ്പോൾ ഭയങ്കര വിശ്വാസമാണ്, കുറച്ച് കഴിയുമ്പോൾ പിന്മാറ്റത്തിലും പോകും. കറക്റ്റായ ഒരു വെയിലല്ല പുള്ളി. ഇടയ്ക്ക് യേശുവിനെ സമയം കിട്ടിയ തള്ളിയും പറയും. അങ്ങനെയൊക്കെ പോകുന്ന മനുഷ്യൻ. പക്ഷേ കർത്താവിന് അവനോട് പറയാൻ ഒരു കാര്യമുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു ഹിതമുണ്ട്. ഒന്ന് അടുത്തിരിക്കാങ്ക് തട്ടി പറഞ്ഞ്, യേശുവിന് നിങ്ങളെക്കുറിച്ചൊരു ഹിതമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. ഈ പ്ലാനിനകത്ത് നിങ്ങൾ ചലിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 40 വർഷം തൻ്റെ ജനത്തെ മരുഭൂമി കൂടെ നടത്തിയേ. അന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരുഭൂമിയുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ കാണാം. എന്നാൽ അവരുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ ഒരു പ്രോബ്ലവും അനുഭവിച്ചില്ല. എന്താ അതിൻ്റെ കാരണം? അവർ നടന്നത് ദൈവത്തിൻ്റെ ഹിതത്തിനകത്താണ്. പകൽ സൂര്യൻ ശക്തമായി പ്രകാശിക്കുന്നുണ്ട്, രാത്രി നല്ല മഞ്ഞ് അവർക്കുണ്ട്, എങ്കിലും അതവരെ ബാധിച്ചില്ല. ഒറ്റ കാരണമാണ്, ഈ 40 വർഷവും ആ ജനം നടന്നത് ദൈവത്തിൻ്റെ പ്ലാനിനകത്താ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ പ്ലാനിനകത്താണോ നടക്കുന്നത്? ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്നെ ബാധിക്കത്തില്ല. ചേർന്ന് നാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദുബൈയിൽ, എൻ്റെ വൈഫ് ദുബൈയിലാണ്. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അച്ഛാ, ഞാൻ വൈകിട്ട് ഉറങ്ങാൻ സമയത്ത് ഇങ്ങനെ മൂളിക്കൊണ്ടൊരു സാധനം ഇങ്ങനെ പോയി, ഭയങ്കര ശബ്ദത്തിൽ. തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ അത് വീണ് പൊട്ടി. വലിയ ശബ്ദം അവൾ കേട്ടു. ഭയങ്കര പേടി തോന്നി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവുള്ളവൻ ഭയക്കത്തില്ല, യേശു ഉള്ളവന് ഒന്നും സംഭവിക്കത്തില്ല. നീ ദുബായിലാണ് നിൽക്കുന്നെങ്കിലും, ഗൾഫിലാണ് നിൽക്കുന്നെങ്കിലും, ഇനി USA നിൽക്കുന്നെങ്കിലും, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവഹിതത്തിനകത്താണോ നിൽക്കുന്നത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടക്കത്തില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ബിക്കോസ് നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാനിനകത്താണ്. ഹല്ലേലൂയ. ചേർന്ന് നാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവിടെ വചനം വായിക്കുന്നു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അടുത്ത വാക്യം വായിച്ചാട്ടെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അവിടെ വചനം വായിക്കുന്നൊരു വാക്യമുണ്ട്, എന്തറിയോ? ഹല്ലേലൂയ. ഞങ്ങൾക്ക് അന്നെന്നുള്ള അതിൻ്റെ അർത്ഥം എന്നാന്നറിയോ? ഈ ദൈവഹിതത്തിനകത്ത് ജീവിക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റായി വന്നോളും. പിടികിടുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹിതത്തിനകത്താണ്. മരുഭൂമിയിൽ അവർ നടക്കുമ്പോൾ ദൈവഹിതത്തിനകത്താണ് നടന്നത്. അതുകൊണ്ട് ബൈബിൾ നമ്മൾ വായിക്കുന്നത്, അവർക്ക് വേണ്ടിയുള്ള മന്ന അവരുടെ കൂടാര വാതിൽക്കൽ വന്നിരുന്നു. രാവിലെ ഡോറ് തുറന്ന്, കൂടാരം തുറന്ന് അവർ ചെല്ലുമ്പോൾ മഞ്ഞിനകത്ത് പൊതിഞ്ഞ മന്ന അവർക്ക് കിട്ടിയിരുന്നു. കാരണം അവർ നടക്കുന്നത് ദൈവഹിതത്തിനകത്താണ്. ഹല്ലേലൂയ. അവർക്ക് പറയാനൊരു കാര്യമുണ്ട്, ഞങ്ങൾ അധ്വാനിച്ചതല്ല ഞങ്ങളിപ്പോൾ ഭക്ഷിക്കുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ കണ്ടതല്ല ഞങ്ങൾ ഭക്ഷിക്കുന്നത്. ഞങ്ങൾ ദൈവഹിതത്തിനകത്ത് നടക്കുമ്പോൾ ഞങ്ങൾ അറിയാത്തത് ഞങ്ങളിപ്പോൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുക. ഞങ്ങൾ ശേഖരിക്കാത്ത ചിലത് ഞങ്ങളുടെ കൂടാരത്തിന് മുമ്പിൽ വീണുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം അവർ 40 വർഷം മരുഭൂമി നടന്നതും ദൈവഹിതത്തിൻ്റെ അകത്താണ്. 40 വർഷം കഴിഞ്ഞ് ദൈവം അവരെ കുറിച്ച് എണ്ണുമ്പോൾ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു, അവരിൽ ആരും ബലഹീനർ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, 40 വർഷം ഒരാൾ മരുഭൂമി കൂടെ നടന്നാൽ അവൻ്റെ അവസ്ഥ എന്നായിരിക്കും?
ഹല്ലേലൂയ. അവന് പിന്നെ അമ്മയെ തിരിച്ചെടുക്കാൻ ഉണ്ടാവില്ല. പക്ഷേ മരുഭൂമി കൂടെ നടന്ന ജനങ്ങൾ ഓരോ ദിവസം കഴിയും തോറും അവർ ശക്തരായിക്കൊണ്ടിരുന്നു, അവർ ശക്തിയുള്ളവരായി മാറിക്കൊണ്ടിരുന്നു, അവർ കൃപയുള്ളവരായി മാറിക്കൊണ്ടിരുന്നു. എന്താ അതിന്റെ കാരണം? അവർ നടക്കുന്നത് ദൈവരാജ്യത്തിനകത്തായിരുന്നു. ഹല്ലേലൂയ. അതിനകത്ത് നടക്കുന്നവൻ ശക്തനായിക്കൊണ്ടിരിക്കും. ദൈവഹിതത്തിനകത്ത് നീ നടന്നാൽ തകരുകയല്ല ചെയ്യുന്നത്. ഞാൻ കൈമാറട്ടെ, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പത്രോസിന്റെ രണ്ട് കാര്യം ഒരേപോലെ പറയാനുണ്ടാവും. പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടൊരു കാര്യം പറഞ്ഞു, കർത്താവേ, ഈ ടാക്സ് കൊടുക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കയ്യിൽ പോക്കറ്റിൽ പൈസ ഇല്ലാന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞതറിയാം, നീ പോയി ചൂണ്ടിലിടണം, ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ എനിക്ക് നിനക്ക് കൊടുക്കാനുള്ളതുണ്ടെന്ന്. സ്തോത്രം. അത് കഴിഞ്ഞു യേശു അവിടെ പോയി. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി. ഇപ്പോൾ യേശു കൂടെയില്ല. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് കടക്കുമ്പോൾ പിച്ചക്കാരനായ മുടനായ ഒരു മനുഷ്യൻ പുള്ളിയോട് ചോദിക്കുക, വെള്ളിയും പൊന്നും എന്തെങ്കിലുമൊക്കെ തരണം. അവിടെയും പത്രോസ് പറയുക, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല. ആദ്യം പറഞ്ഞത് അവൻ നിരാശയോടെയാണെങ്കിൽ രണ്ടാമത് പറയുന്നവൻ അധികാരത്തോടെയാണ് പറയുന്നത്. അവിടെ വചനം വായിക്കുന്നു, വെള്ളിയും പൊന്നും എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് കാര്യം ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. യേശു മരിച്ചിട്ടും സ്വർഗ്ഗത്തിൽ പോയിട്ടും പോക്കറ്റിൽ എന്തു വന്നിട്ടില്ല? ആ പണം വന്നിട്ടില്ല. അത് തന്നെ. ഹല്ലേലൂയ. പക്ഷേ ആദ്യം പറഞ്ഞവൻ നിരാശയോടെ പറഞ്ഞു, കർത്താവേ, പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ടെന്നറിയോ, കർത്താവേ, നീ ചുങ്കം കൊടുത്തിട്ടില്ല എന്ന് ഞാൻ കമ്പ്യൂട്ടർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ശരിക്കും പുള്ളിയുടെ ടെൻഷൻ എന്നാണെന്നറിയോ, യേശു ചുങ്കം കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല, പത്രോസ് കൊടുത്തിട്ടില്ല. അതാണ് കർത്താവ് അവിടെ പറയുന്നൊരു വേടുണ്ട്. പത്രോസെ ചൂണ്ടിലിടം പോയിട്ട് എനിക്കും നിനക്കും ഉള്ളത് അതിൻ്റെ വായിലുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അത് കഴിഞ്ഞു, കാലം കഴിഞ്ഞു, യേശു സ്വർഗത്തിൽ പോയി, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു മനുഷ്യൻ ഭിക്ഷ യാചിക്കുക. ഇവിടെയും പത്രോസിന് ചേഞ്ച് വന്നിട്ടില്ല, പക്ഷെ അവൻ്റെ അകത്ത് വേറൊരുത്തൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പത്രോസ് അവൻ പറയുക, വെള്ളിയും പൊന്നും നീ ചോദിക്കുന്നൊന്നും എനിക്ക് തരാനില്ല, എന്നാൽ എൻ്റെ മേലൊരു അഭിഷേകം പകർന്നിട്ടുണ്ട്. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ചേർന്നാമേൻ പറഞ്ഞാട്ടെ. കുറേ ദിവസങ്ങൾക്ക് മുമ്പേ, എനിക്കൊന്ന് 1 മാസമായി തോന്നുന്നു, എൻ്റെ ചർച്ചിൽ നിലമ്പൂരിൽ നിന്ന് ഒരു മനുഷ്യൻ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ മോൾക്ക് ക്യാൻസർ 4th സ്റ്റേജ്, ഡോക്ടർമാർ ശരിയാവത്തില്ലെന്നാണ് പറഞ്ഞു. വലിയ കടം കയറി നിറഞ്ഞു, ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല. പുള്ളി പല സ്ഥലങ്ങളിൽ ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി. സ്തോത്രം. ഒരു പ്രേയറിൻ്റെ അവസാനം എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെ ശരിയായിക്കോളും. ഹല്ലേലൂയ. ഞാൻ അവസാനം ആ മനുഷ്യനോട് പറഞ്ഞു, ഡോക്ടർ എന്താണോ പറഞ്ഞത് അത് തിരുത്താൻ സ്വർഗത്തിലിരിക്കുന്നവന് കഴിയും. നിങ്ങളുടെ മകൾക്ക് 4th സ്റ്റേജാന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ പറയും അവളുടെ വയറ്റിൽ ക്യാൻസർ ഇല്ലെന്ന്. ഹല്ലേലൂയ. ആ മനുഷ്യൻ പിന്നെയും ചർച്ചിൽ വന്നുകൊണ്ടേയിരുന്നു. ഒരു സൺഡേ താൻ ഇങ്ങനെ ചർച്ച ഇരിക്കുമ്പോൾ തൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. മെസ്സേജ് ഇപ്രകാരമാ, ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനിയും അവൾക്ക് കോളേജിൽ പോകാം, അവൾക്ക് എന്ത് ഫുഡും കഴിക്കാം, അവൾക്കൊരു കുഴപ്പമില്ല എന്ന്. ഇന്നും അവൾ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ഡോക്ടർ എഴുതിയതല്ല അവസാനത്തെ എഴുത്ത്, മനുഷ്യൻ എഴുതുന്നതല്ല അവസാനത്തെ എഴുത്ത്, വ്യക്തികൾ എഴുതുന്നതല്ല അവസാനത്തെ എഴുത്ത്. അവസാനത്തെ എഴുത്ത് നസ്രയൻ എഴുതുന്ന അവസാനത്തെ എഴുത്ത്. ഹല്ലേലൂയ. അവിടെയുള്ള വ്യക്തികളെല്ലാവരും കൂടെ ആ സ്ത്രീയെ പിടിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, മോശയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ കല്ലെറിയണമെന്ന്. മോശയുടെ പുസ്തകത്തിൽ അല്ല, മോശയ്ക്ക് കൽപ്പലക എഴുതി കൊടുത്ത അവൻ തന്നെ അവിടെ കുനിഞ്ഞിരുന്ന് മണ്ണിൽ എഴുതിക്കൊണ്ടിരിക്കുക. അവനൊരു കാര്യം പറഞ്ഞു, ഇന്ന് നിന്റെ മരണം മാറിപ്പോയി, ഇന്നു മുതൽ നിനക്ക് പുതിയ ജീവൻ ഞാൻ കൈമാറുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യൻ എഴുതിയതിനെ തിരുത്തി എഴുതാൻ നസ്രയൻ ശക്തനായവൻ അത്രേ. ഇതിനകത്തിരിക്കുന്ന ചിലതിനോട് ഞാൻ ആത്മാവിൽ ദൈവത്തിന്റെ ദൂതായി കൈമാറുന്നു. ചിലരെഴുതിയ എഴുത്തുകളെ, ചില എഴുതിയ രേഖകളെ തിരുത്താൻ ദൈവം സർവശക്തനത്രേ. ചില കുടുംബങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ദൂത് കൈമാറുന്നു. നിനക്കെതിരായി നിൽക്കുന്ന രേഖകളെ ദൈവത്തിന്റെ ആത്മാവ് തിരുത്തി എഴുതാൻ പോകുക.
ഹല്ലേലൂയ. ബിക്കോസ് ഞാൻ പ്രസംഗിക്കുന്ന യേശു അവൻ സർവശക്തനത്രേ. ചേർന്ന് നാമേ പറഞ്ഞാട്ടെ. ബൈബിൾ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. അവര് ബലഹീനരായി, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ റോമൻ പട്ടാളക്കാർ, റോമൻ നിയമം അവനെ കല്ലറയിൽ വെച്ച് ഒരു കല്ലുമേരു ഉരുട്ടി വെച്ചിട്ട് അതിന്റെ പുറകിൽ ഒരു മുദ്ര വെച്ചു. ഒരു മനുഷ്യനും അത് തൊടാൻ കഴിയത്തില്ല. കാരണം നിയമം ഗവൺമെന്റിന്റെ നിയമമാ ആ കല്ലറയെ മുദ്ര വെച്ചത്. എന്നാൽ ബൈബിൾ വായിക്കുന്നു, വലിയ കഴിവില്ലാത്തൊരു സ്ത്രീ 2 ദിവസം മുമ്പേ ഒരിക്കൽ സുഗന്ധവർഗമായി കല്ലറയിലേക്ക് ഓടുമ്പോഴും അവിടെ അകത്തൊരു ചോദ്യമുണ്ട്, എനിക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുന്ന ദൈവവേദനയെ നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റാൻ ദൈവം സർവശക്തനത്രേ. ചേർന്നാമേൻ പറഞ്ഞാട്ടെ. റോമൻ മുദ്ര പൊട്ടിക്കാൻ ആർക്കും കഴിയത്തില്ല, ആർക്കും അതിന് അധികാരമില്ല. പക്ഷെ അവൾ ചെല്ലുമ്പോൾ കണ്ടൊരു കാഴ്ച, കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു, ഈ ദിവസങ്ങളിൽ ചില കല്ലുകൾ ഉരുണ്ടു മാറിയിരിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ കാണാൻ പോകുക, നിങ്ങളുടെ കുടുംബങ്ങൾ അത് കാണാൻ പോകുക. കാരണം ഹി ഈസ് അലൈവ്, അവൻ ഇന്നും ജീവിക്കുന്ന കർത്താവത്രേ. ഹല്ലേലൂയ. ചേർന്ന് നാമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിനകത്താണോ ജീവിക്കുന്നത്? ഞാൻ അടിവരിട്ട് പറയുന്നു, നിങ്ങളൊരു അത്ഭുതമായി മാറാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു മനുഷ്യന്റെ കാര്യം പറയട്ടെ. വീട്ടിൽ കിടക്കുമ്പോൾ പുള്ളി കണ്ട 2 സ്വപ്നം കാരണം ചേട്ടന്മാരെല്ലാം പിടിച്ച് പുള്ളിയെ പോട്ടക്കല്ലിട്ടു. കണ്ടത് ചേട്ടന്മാരും അപ്പനും അമ്മയും കൂടെ പുള്ളിയെ നമസ്കരിക്കുന്ന, പക്ഷെ കിട്ടിയത് പൊട്ടക്കിണറാ. ഹല്ലേലൂയ. പക്ഷെ അവനോട് ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്, നീ ഇപ്പോൾ ദൈവഹിതത്തിനകത്താ, നീ ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിനകത്താ. അവിടുന്ന് മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. മിദ്യാന്യ കച്ചവടക്കാർ അവനെ പൊത്തിപ്പേറിന്റെ വീട്ടിൽ വിറ്റു. പൊത്തിപ്പേർ അവനെ വാങ്ങിച്ചുകൊണ്ട് പോയി. അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ ജയിലിൽ അകപ്പെട്ടു. നാളുകൾ അവിടെ കിടക്കുമ്പോൾ അവനൊരു ചോദ്യം, ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഇറങ്ങി വന്നു. അതിന് തൊട്ടു മുമ്പായി 2 പേര് ജയിലിൽ വന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജയിലിൽ വന്നവരോട് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. വ്യാഖ്യാനിക്കുമ്പോൾ ദൈവം പറയാത്തൊരു കാര്യം ആ മനുഷ്യൻ പറഞ്ഞു, പാനപാത്രവാഹനോട് നീ അവിടെ രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു, അവനെ മറന്നു കളഞ്ഞു. ഹലോ, ദൈവത്തിന്റെ ഹിതത്തിനകത്താണോ നീ ജീവിക്കുന്നെങ്കിൽ ആരുടെയും കെയർ ഓഫിലല്ല ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നത്. ആരുടെയും കെയർ ഓഫിലല്ല നിന്നെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. ആരുടെയും കെയർ ഓഫിലല്ല ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നത്. വാഗ്ദത്തം പറഞ്ഞ ദൈവമാണെങ്കിൽ അവൻ തന്നെ അത് നിവർത്തീകരിച്ചിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ബൈബിൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, രാജാവിൻ്റെ ഉറക്കം കെടുത്തുന്നത് പോലെ രാജാവിന് ദൈവം ഒരു സ്വപ്നം കൊടുത്തു. സ്വപ്നം കണ്ട രാജാവ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സ്വപ്നം മറന്നു, അതിൻ്റെ വ്യാഖ്യാനമെല്ലാം മറന്നുപോയി. സ്വപ്നം മറന്ന രാജാവ് നാട്ടിലുള്ള എല്ലാവരും വിളിച്ചു. അവർക്കാർക്കും മനസ്സിലായില്ല. ഞാനൊരു ദൂത് നിങ്ങളോട് പറഞ്ഞു, എനിക്കറിയില്ല ഇതിനകത്തിരിക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നിനക്കുള്ള വിടുതൽ വരുന്നത് ചില രാജാക്കന്മാരെ തൊട്ടട്ട, രാജാക്കന്മാരുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ട് നിന്റെ ജീവിതത്തിൽ ദൈവം വിടുതൽ അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് കൈമാറുന്നു. ചേർന്നു നാമേം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ബൈബിൾ വായിച്ചാൽ കാണാൻ കഴിയും, വർഷങ്ങൾക്ക് ശേഷം ചേട്ടന്മാർ വന്ന് നമസ്കരിക്കുന്നൊക്കെ കാര്യമുണ്ട്. അതിനകത്ത് നമുക്ക് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര അനുമതി ഉണ്ടെങ്കിലും അവനിൽ സകലതും ഉവ്വ് എന്നത്രേ.
ഹല്ലേലൂയ. ദൈവഹിതത്തിനകത്ത് നടന്നു പോയത് പൊട്ടം കെട്ടിൽ കൂടെയും മിദ്യാന് കച്ചവടക്കാരുടെ കൂടെയൊക്കെ ആണെങ്കിലും ദൈവം പറഞ്ഞ സ്വപ്നം അവൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെ സംഭവിച്ചെങ്കിൽ നിങ്ങളോട് ഞാൻ കൈമാറുന്നു, ദൈവഹിതത്തിനകത്ത് നിങ്ങൾ ചലിച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർ കാണാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങളുടെ ചാർച്ചക്കാർ കാണാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടിരിക്കും. നിങ്ങളുടെ തലമുറകളിൽ ദൈവം ആരാന്ന്, യേശു കർത്താവ് ആരാന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ യേശു ആരാന്ന് ഹി വിൽ പ്രൂവ്, അവൻ നിങ്ങൾക്ക് തെളിയിച്ച് തന്നിരിക്കും. ചേർന്ന് നാമേം പറഞ്ഞാട്ടെ, ദൈവഹിതത്തിനകത്ത് ചലിക്കാം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. നമുക്ക് ആ കണ്ണുകളെല്ലാം ദൈവത്തിൽ അടച്ചാട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യം, കർത്താവേ, എൻ്റെ സ്വപ്നങ്ങളെക്കാൾ എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ വലുതായി നിൻ്റെ സ്വപ്നം ഞാൻ കാണുന്നു, നിൻ്റെ ഹിതം ഞാൻ കാണുന്നു. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും നിൻ്റെ ഹിതത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് കൺവെൻഷനുകൾ, പല മീറ്റിങ്ങുകൾ ഇവിടെ നടന്നു. കർത്താവ് ജയകരമായി നടത്തിയല്ലോ. ദൈവം വിശ്വസ്തനായ ദൈവമാത്രേ. ഇന്ന് പകൽ അതിനോട് നന്ദി പറഞ്ഞാട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി. കർത്താവേ, ദൈവത്തിൻ്റെ ഹിതത്തിനകത്ത് ഞങ്ങൾ ചലിക്കുന്നവരായി മാറട്ടെ. ഈ മീറ്റിങ്ങിന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന, ഇത് ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം മറിയയുടെ ഉള്ളിൽ സംഗ്രഹിച്ചതുപോലെ ചില വീടുകളിൽ ഇത് വിടുതലായി മാറട്ടെ, ചില കുടുംബങ്ങളിൽ ഇത് അത്ഭുതമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനത്തിൻ്റെ റിസൾട്ടുകൾ അടുത്ത ദിവസം ഞങ്ങൾ കേൾക്കും, കാണും. അങ്ങനെ സംഭവിച്ചനായി സ്തോത്രം. പ്രാർത്ഥനകൾക്കിടനായി നന്ദി പറയുന്നു, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഈ പകൽ നമ്മളെല്ലാവരും സഹായിക്കട്ടെ. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ, നിങ്ങളോടെല്ലാവരുമുള്ള സ്നേഹത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.